അംഗാനി വേദാശ്ചത്വാരോ മീമാംസാന്യായ വിസ്തരഃ ഇതിഹാസപുരാണം ച വിദ്യാ ഹ്യേതാശ്ചതുർദശ ആയുർവേദോ ധനുർവേദ ഗാന്ധർവോ വേദ ഏവ ച അർത്ഥശാസ്ത്രശ്ചതുർത്ഥം ച വിദ്യാ ഹ്യഷ്ടാദശോ വിദു. ഇതാണ് 18 വിദ്യകൾ. ഞാൻ 18 വിദ്യ നോക്കി എന്ന് പറയും. ഒരു ഒറ്റ വിദ്യ അവൻ അറിയണ്ടാവില്ല. പിന്നെയല്ലേ 18 വിദ്യ നോക്കി എന്ന് പറയാം. അപ്പൊ ഏതാ 18 വിദ്യകള്? അംഗാനി, അംഗങ്ങൾ. ഏതാ? ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം 6. വേദാശ്ചത്വാരഹ, വേദങ്ങൾ 4. ഋഗ്വേദം, യജുർവേദം, സാമവേദ, അഥർവവേദം. എത്രയായി? 10. അംഗാനി വേദാശ്ചത്വാരോ മീമാംസ ന്യായവിസ്തര. മീമാംസയും ന്യായവിസ്തരവും. മീമാംസ പൂർവമീമാംസ, ഉത്തരമീമാംസ. ന്യായവിസ്തരം, ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം. അപ്പം എത്രയായി? 10 × 2 = 12. 10 × 2 = 12. ഇതിഹാസ പുരാണം ച. ഇതിഹാസം രാമായണം, മഹാഭാരതം രണ്ടും കൂടി ചേർന്ന് 1. പുരാണം 18 ചേർന്ന് 1. 18 ഇപ്പോൾ ഏതൊക്കെയാണെന്ന് എണ്ണുമ്പം വലുതും വിട്ടുപോകും കേട്ടോ. ഒന്ന് എണ്ണി നോക്കൂ. ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, വിഷ്ണു പുരാണം, ഭാഗവത പുരാണം, 5 ഭാഗവത പുരാണം, വായുപുരാണം, സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, ഗരുഡപുരാണം, ലിംഗപുരാണം, ശിവപുരാണം, ഭവിഷ്യപുരാണം, പിന്നെ കൂർമ്മം പറഞ്ഞോ? കൂർമ്മപുരാണം. 10 ആയിട്ടേ ഉള്ളൂ. അല്ല 15 ഇത്രേ. എണ്ണീല, ആരും എണ്ണീല. എന്താ ചെയ്യുക? നാരദപുരാണം, നാരദപുരാണം. പിന്നെ വായു പറഞ്ഞു, ബ്രഹ്മവൈവർത്തം പറഞ്ഞു, സ്കന്ദം പറഞ്ഞു. മാർക്കണ്ഡേയം പറഞ്ഞില്ലേ? ഇല്ല. മാർക്കണ്ഡേയ പുരാണം. ഒരാളെയും കൂടി കിട്ടിയാൽ മതി. ഭവിഷ്യം പറഞ്ഞു. വരാഹപുരാണം. 18 ഇത്രയും പുരാണങ്ങൾ. ഇതിനെല്ലാം കൂടി ഒരു സ്ഥാനം. അപ്പം എത്രയായി വിദ്യകൾ? 14. അടുത്തത് വിദ്യാഹ്യേതാശ്ചതുർദശ. ഇങ്ങനെ 14 വിദ്യകൾ. ആയുർവേദോ ധനുർവേദ ഗാന്ധർവോ വേദ ഏവ ച അർത്ഥശാസ്ത്ര ചതുർത്ഥം ച വിദ്യാ ഹി അഷ്ടാദശ വിദു. ഇതാണ് 18 വിദ്യകൾ. നമ്മളൊക്കെ പറയാറുണ്ട് 18 വിദ്യ ഞാൻ നോക്കിയെന്ന്. ഇതൊന്നുപോലും നോക്കിയിട്ടുണ്ടാവില്ല. 18 വിദ്യ അറിയുന്ന ഒരാളെ നമുക്ക് പറയാം. നാരദ മഹർഷി. നാരദൻ 18 അറിയുന്ന ആളാണ്. വേറെ ആരെയും അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല, നമുക്കറിയില്ല എന്നാണ് പറഞ്ഞത്. ഇത് 18 അറിയണ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. നാരദൻ 18 അറിയുന്ന ആളാണ്.